Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Say good morning. Good Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മളൊരു വർക്ക് അവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ? ഓർഗാനോഗ്രാം ഒന്ന് നിങ്ങളോട് നോട്ടിലേക്ക് എഴുതാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ഫിനിഷ് ആക്കിയത് ചെയ്തായിരുന്നോ? Yes, ma'am. ഓക്കെ. ചെയ്തായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അവിടെ ഒരു ടേബിൾ എഴുതി വെച്ചേക്കായിരുന്നു അല്ലെ? ടേബിൾ വരച്ചിട്ടില്ലേ? 5 റോസും 5 കോളവും ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. Yes, ma'am. വരച്ചു. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമുക്ക് അതൊന്ന് ആ ടേബിൾ ഒന്ന് ഫിനിഷ് ചെയ്യാം. നമ്മൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ടേബിൾ മാത്രമേ വരയ്ക്കാൻ പറഞ്ഞിരുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് ഏറ്റവും ടോപ്പില് നമ്മൾ ആ ഫസ്റ്റ് ഏറ്റവും മുകളിലെ റോയില് നിങ്ങൾ കൊടുക്കുക ഗ്രൂപ്പ് എന്ന് കൊടുക്കുക കേട്ടോ. GROUP ഗ്രൂപ്പ്. നെക്സ്റ്റ് കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിജൻ. ANTIGEN ആന്റിജൻ. ANTIGEN ആന്റിജൻ. ഓക്കെ. നെക്സ്റ്റ് തേർഡ് കോളത്തിന്റെ ടോപ്പിൽ കൊടുക്കുക ആന്റിബോഡി. ANTIBODY ആന്റിബോഡി. നെക്സ്റ്റ് ഫോർത്ത് കോളത്തിന്റെ ഏറ്റവും ടോപ്പിൽ കൊടുക്കുക ഡോണേഴ്സ്. DONOR ഡോണേഴ്സ്. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവര്, ആർക്കൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, അതാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവര് ഡോണേഴ്സ്. DONORS ഡോണേഴ്സ്. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് കോളത്തിന്റെ ഏറ്റവും മുകളിൽ എഴുതുക റെസിപ്പിയന്റ്. RECIPIENT റെസിപ്പിയന്റ്. RECIPIENT റെസിപ്പിയന്റ്. ഓക്കെ. ആ റോ കംപ്ലീറ്റ് ആയില്ലേ? ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഡോണേഴ്സ്, റെസിപ്പിയന്റ്. ഫിനിഷ്? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എഴുതാം ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പ് എന്നുള്ളതിന്റെ താഴെ എഴുതുക 4 ഗ്രൂപ്പ്സ് അല്ലേ നമ്മൾ പഠിച്ചത്? അതെ. 4 ഗ്രൂപ്പ് അല്ലേ? അത് എഴുതുക. ഗ്രൂപ്പ് താഴേക്ക് എഴുതുക നിങ്ങൾ ആ കോളത്തില് A, ഗ്രൂപ്പ് A. ഇനി A എന്ന് മാത്രം എഴുതിയാൽ മതി, ലെറ്റേഴ്സ് മാത്രം കൊടുത്താൽ മതി. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക A. തൊട്ട് താഴെ എഴുതുക B ഗ്രൂപ്പ് B. നെക്സ്റ്റ് ബിലോ AB ഗ്രൂപ്പ് AB. നെക്സ്റ്റ് താഴെ എഴുതുക O. 4 ഗ്രൂപ്പ്സ് അവിടെ എഴുതി നമ്മൾ ABO. നെക്സ്റ്റ് നമുക്ക് നോക്കാം ആന്റിജൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഓരോ ഗ്രൂപ്പിനും ഉള്ള ആന്റിജൻ ഏതൊക്കെയാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗ്രൂപ്പ് A അവർക്കുടെ ആന്റിജൻ ഏതാ? നേരെ എഴുതിക്കോ. ആന്റിജനെ. ആന്റിജൻ. ഓക്കെ, വെരി ഗുഡ്. ആന്റിജൻ A. ഓക്കെ. B ഗ്രൂപ്പ്. ആന്റിജൻ B. ഓക്കെ. AB ഗ്രൂപ്പ്. Aയും Bയും. ഓക്കെ. AB എന്ന് പറയുന്നത് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. A, B. നെക്സ്റ്റ് എഴുതാ O. ആന്റിജൻ ഉണ്ടോ O ഗ്രൂപ്പിന്? ഇല്ല. അപ്പൊ അന്നിരുന്ന് എഴുതിയാൽ മതി. ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ആ കോളം ഫിനിഷ് ആയില്ല എല്ലാവർക്കടെ? ഫിനിഷ്? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആന്റിബോഡിയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ ഗ്രൂപ്പും നമ്മൾ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ ആന്റിജനും നമ്മൾ ഓൾറെഡി എഴുതി വെച്ചു. ഇനി അതിന്റെ ഓരോന്നിന്റെ ആന്റിബോഡി വരുന്നത്. അപ്പൊ ആന്റിജൻ ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് A ഗ്രൂപ്പാണ്. A ഗ്രൂപ്പില് ആന്റിജൻ A ആയിരിക്കും. അപ്പൊ അവർക്കുടെ ആന്റിബോഡി B ആയിരിക്കും. ഓക്കെ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി വരുന്നത്. ഒരിക്കലും നോട്ട് ചെയ്ത് വെക്കുക, ഒരിക്കലും ഒരു ആന്റിജനും ആന്റിബോഡിയും സെയിം വരില്ല. സെയിം ആന്റിജനും സെയിം ആന്റിബോഡിയും വരില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോഴാണ് വെച്ചാൽ അങ്ങനെ ബ്ലഡ് ഇതായി കഴിഞ്ഞാൽ എന്താ പറയാ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞൊരു
പ്രോസസ്സ്. ബ്ലഡ് ക്ലംപിങ്, കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ആന്റിജനും ആന്റിബോഡി സെയിം ആയിരിക്കില്ല. ആന്റിജൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ ആന്റിജൻ എ ആണ് ബ്ലഡില്, എ ഗ്രൂപ്പിന്റെ ബ്ലഡ്, അവർക്ക് ആന്റിജൻ എ ആണ്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഓപ്പോസിറ്റ് ആയിരിക്കും, ആന്റിബോഡി ബി ആയിരിക്കും. ഒരിക്കലും ആന്റിജൻ എയും ആന്റിബോഡി എയും ഒരുമിച്ച് വരില്ല. അത് അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. ഓക്കെ, ഇനി നോക്കിയേ ആന്റിജൻ ബി. ബി ഉള്ളവർക്കടെ അപ്പൊ ആന്റിബോഡി ഏതായിരിക്കും? ഓക്കെ, ക്ലിയർ അല്ലേ? നേരെ ഓപ്പോസിറ്റ് എഴുതാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം എ ബി. എ ബിക്ക് ആന്റിജൻ എയും ഉണ്ട്, അവിടെ ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏത് വരാം? ആന്റിബോഡി എ വരാൻ പറ്റുമോ? ആന്റിബോഡി ഇല്ല. ആന്റിബോഡി ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് വെരി ഗുഡ്. എ ബി ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് എ ബി ഗ്രൂപ്പ്. അവർക്ക് ആന്റിബോഡി ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ലാസ്റ്റ് വൺ ഓ ആണ്. ഓക്കെ, ആന്റിജൻ ഇല്ല അവർക്ക്. ആന്റിജൻ ഒരു ആന്റിജനും ഇല്ല, ഒറ്റ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏതൊക്കെ വരാം? ബിയും വരാം. ഓക്കെ, വെരി ഗുഡ്. എയും വരാം, അവർക്ക് ബിയും വരാം, പ്രശ്നമൊന്നുമില്ല. വെച്ചാൽ ആന്റിജൻ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 2 ആന്റിബോഡിയും അവർക്ക് വരാം. അവർക്ക് ആന്റിബോഡി എയും ആന്റിബോഡി ബിയും ഉണ്ട്. ഓക്കെ, 2 ആന്റിബോഡി ഉള്ള ഗ്രൂപ്പാണ് ഓ എന്ന് പറയുന്നത്, ഓ ഗ്രൂപ്പ്. ഓക്കെ, ഫിനിഷ്. നെക്സ്റ്റ് കോളം നമുക്ക് നോക്കാം. ഇനി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമുക്ക് ആർക്കെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ ഏതാണ്, നമ്മുടെ ബോഡിയിലുള്ള ആന്റിജൻ ഏതാണെന്ന് നോക്കി ആ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ ടേബിളിലേക്ക് നോക്കി നിങ്ങള്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എ ആണ്. ഞാൻ പറഞ്ഞു എന്റെ ഗ്രൂപ്പ് എ ആണ്, എ പോസിറ്റീവ് ആണ്. അപ്പൊ എനിക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? നോക്കിയേ, എന്റെ ആന്റിജൻ ഉള്ളത്. അപ്പൊ ആന്റിജൻ എ ഉള്ളത് ഏത് ഗ്രൂപ്പാന്ന് നോക്കാം. ആന്റിജൻ എ വരുന്ന ഏത് ഗ്രൂപ്പാ? ഏത് ഗ്രൂപ്പിലൊക്കെ ആന്റിജൻ എ വരുന്നുണ്ട്? എ ബി ഗ്രൂപ്പിൽ വരുന്നുണ്ട് അല്ലെ? എക്കും ആന്റിജൻ എ ഉണ്ട്, എ ബിക്കും ആന്റിജൻ എ ഉണ്ട്. അപ്പൊ 2 ഗ്രൂപ്പിനും കൊടുക്കാം. അപ്പൊ എ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഗ്രൂപ്പിനോ ഡൊണേറ്റ് ചെയ്യാം? എക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, എ ബിക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. അതാ നേരെ എഴുതാം കേട്ടോ. ആ റോയിൽ നേരെ എഴുതുക, ഡോണേഴ്സ് എന്ന് എഴുതിയതിന്റെ അവിടെ എഴുതുക. എ ഗ്രൂപ്പിന് എക്കും കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ബി ഗ്രൂപ്പ് ആണ്. അപ്പൊ ആർക്കൊക്കെ കൊടുക്കാം? അതേ ആന്റിജൻ ഉള്ളത്, ആന്റിജൻ ബി ഉള്ള ഗ്രൂപ്പുകള് ഏതൊക്കെ ഗ്രൂപ്പാണ്? ആന്റിജൻ ബി ഉള്ളത് കൊടുക്കാം. ഓക്കെ, ബി എ ബി. നെക്സ്റ്റ് നമുക്ക് നോക്കാം എ ബി ആണ്. അവർക്ക് 2 ആന്റിജനും ഉണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാം? എ ബിക്ക് മാത്രം അല്ലെ? എക്ക് കൊടുക്കാൻ പറ്റില്ല, ബിക്ക് കൊടുക്കാൻ പറ്റില്ല, ഓക്കും കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എ ബിക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പുകാർക്ക് എന്താണ്? എ ബി ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഉണ്ടോ എ ബി? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഏതും ആയിക്കോട്ടെ, ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഉണ്ടോ? എന്റെ എ ബി പോസിറ്റീവ്. മാളൂട്ടി എന്നാണ് ഇവിടെ കാണുന്നത്. മാളൂട്ടിയുടെ ആണോ എ ബി? ഓക്കെ, അപ്പൊ എ ബിക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഗ്രൂപ്പിനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് നമ്മളൊക്കെ നോക്കുന്നത് റിസിപ്പിയന്റ് ആണ്. അത് ഫിനിഷ് ആയില്ലേ? ആ കോളം ഫിനിഷ്? എല്ലാവർക്കും കിട്ടിയില്ലേ ആ കോളം? ലാസ്റ്റ് ഉണ്ട് ഓ ഗ്രൂപ്പ്. ഓ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാ. അപ്പൊ നമുക്ക് ആന്റിബോഡി അവർക്ക് 2 എണ്ണം ഉണ്ടല്ലോ, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ നോക്കിയേ, ഈ എ ബിക്കാർക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ആന്റിജൻ ഏത് വന്നാലും പ്രശ്നമില്ലല്ലോ. അവർക്ക് നോക്കിയേ, അവർക്ക് ആന്റിബോഡി നോക്കിയേ, ആന്റിബോഡി എയും ആണ്, ആന്റിബോഡി ബിയും ആണ്. അപ്പൊ നോക്കിയേ, എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഓക്കാർക്ക് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
അത് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ. അപ്പൊ അത് എക്സാമിന് ചോദിക്കാം, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ? ഇത് ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ. എല്ലാവർക്കും, എല്ലാ ഗ്രൂപ്പിനും, O ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർക്ക് ആന്റിജൻ ഇല്ലല്ലോ. ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട്. ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. അതുകൊണ്ട് O ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നു. ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ, എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സാർവത്രിക ദാതാക്കൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാം. നെക്സ്റ്റ് ആണ് റെസിപ്പിയന്റ്. ഇനി നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളുടെ നമ്മൾ ബ്ലഡ് വാങ്ങുവാണെങ്കിൽ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും നമുക്ക് ബ്ലഡ് വാങ്ങാം. ഓക്കെ, മറ്റേതുപോലെ തന്നെ നമ്മുടെ ആന്റിജൻ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് ബ്ലഡ് വാങ്ങാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും റിസീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ കാര്യത്തില് നമ്മുടെ ആന്റിജൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് അവരിൽ നിന്നും ബ്ലഡ് വാങ്ങാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് നോക്കി നിങ്ങള്. ഗ്രൂപ്പ് എ റിസീവ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവര്. ഏതാണ് നമ്മുടെ അതേ ആന്റിജൻ? എ അല്ലെ? ആന്റിജൻ എ അല്ലേ അവർക്കുള്ളത്. നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം, ഏതിൽ നിന്ന് വാങ്ങാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഏതിൽ നിന്ന് വാങ്ങാൻ പറ്റും നമുക്ക്? ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O ഗ്രൂപ്പ്. അപ്പൊ അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് റെസിപ്പിയന്റ് അതിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് എയിലുള്ളവർക്ക് എയിൽ നിന്നും എക്കാർക്കടെ റിസീവ് ചെയ്യാം, ഓയുടെ റിസീവ് ചെയ്യാം. ഓക്കെ, എ ബിയുടെ വാങ്ങാൻ പറ്റും. അവിടെ ആന്റിജൻ എ ഉണ്ട്, പക്ഷെ എന്താ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ആന്റിജൻ എയും ആന്റിബോഡി അവർക്കടെ ഇപ്പൊ എ ബിക്കാർക്ക് നമ്മൾ ആന്റിബോഡി ഇല്ല. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട് അല്ലെ എ ബിക്ക്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ ഇത് നടക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്ക് എ ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് എയില് റിസീവ് ചെയ്യാൻ പറ്റും നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് വാങ്ങാം. എയിൽ നിന്ന് വാങ്ങാം, ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്നും വാങ്ങാം, ഓയിൽ നിന്നും വാങ്ങാം. നെക്സ്റ്റ് ബിക്കാർക്കൊക്കെ ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം? ബി ഗ്രൂപ്പ് ഉള്ളവര് ബിയിൽ നിന്ന് ആന്റിജൻ ഇല്ലാത്തവരിൽ നിന്ന് വാങ്ങാം, O ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. ഇനി നെക്സ്റ്റ് എ ബിക്കാർക്ക് അവർക്കുടെ അതേ ആന്റിജൻ ഉള്ളവര് ഗ്രൂപ്പ് എയിൽ നിന്ന് വാങ്ങാം അല്ലെ? എ ഗ്രൂപ്പിക്കാർക്കടെ വാങ്ങാം, ബിയുടെ വാങ്ങാം, എ ബിക്കാർക്കടെ വാങ്ങാം, ആന്റിജൻ ഇല്ലാത്ത ഓയിൽ നിന്നും വാങ്ങാം. അപ്പൊ എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് റിസീവ് ചെയ്യാം. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് അവിടെ എഴുതി വെച്ചോ. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. രണ്ട് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് കേട്ടോ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന എ ബി ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ്, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പ്. ഓക്കെ, എ ബി ഗ്രൂപ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ O ആണ് ലാസ്റ്റ്. O ഗ്രൂപ്പുകാർക്ക് നമ്മുടെ അതേ ഗ്രൂപ്പ് ആന്റിജൻ ഉള്ളവരോ ഓക്കാർക്ക് ആന്റിജൻ ഇല്ല, അപ്പൊ അതുകൊണ്ട് ഇതില്ല. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. O ഗ്രൂപ്പുകാർക്ക് നമുക്ക് ഓക്കെ O ഗ്രൂപ്പുകാർക്ക് ഓയിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ, റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഫിനിഷ് ആയോ നോക്കിയാൽ ടേബിള്. ഗ്രൂപ്പ് എയില് റിസീവ് ചെയ്യാൻ പറ്റുന്ന എ ഗ്രൂപ്പുകാരിൽ നിന്ന് റിസീവ് ചെയ്യാം, ഓയിൽ നിന്നും റിസീവ് ചെയ്യാം.
ബി ആണെങ്കിൽ ബിയിൽ നിന്ന് റിസീവ് ബി ഗ്രൂപ്പുകാർക്കടെ വാങ്ങാം, ഒ ഗ്രൂപ്പുകാർക്കടെ വാങ്ങാം. എ ബി ഗ്രൂപ്പുകാർക്ക് എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം. അതുകൊണ്ട് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ഒ ആണ്. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ് ആണ്. നെക്സ്റ്റ് ഒ ഗ്രൂപ്പുകാർക്ക് ഒ ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ പറഞ്ഞോ ശ്രീലക്ഷ്മി. എ ബി ഗ്രൂപ്പിന്റെ ഡോണർ എന്ന് പറയാവോ? എ ബി ഗ്രൂപ്പിന്റെ ഡോണർ നമ്മുടെ അതേ ഇതുള്ളത് ആന്റിജനുള്ള എ ബിക്കാര് എ ബി മാത്രം. എ ബി ഗ്രൂപ്പുകാർക്ക് എ ബിക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതേ ആന്റിജൻ ഉള്ളത് നമ്മുടെ ആന്റിജൻ എയും ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ ബി മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടേബിൾ ഫിനിഷ് ആയില്ലേ എല്ലാവർക്കും? ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയുടെയും ആന്റിബോഡി ഒന്ന് പറഞ്ഞു. ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും ആരാ ചോദിച്ചേ? നസ്രീനോ? നസ്രീനാണോ? ഒന്ന് പറഞ്ഞേ നസ്രീൻ. ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാ ആന്റിജൻ ഏതാ അവരില്? ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏതാ? ഗ്രൂപ്പ് എയുടെ ആന്റിജൻ എ. ഓക്കെ, ക്ലിയർ. ഗ്രൂപ്പ് എയുടെ ആന്റിജൻ എ. അപ്പൊ ആന്റിബോഡി നേരെ ഓപ്പോസിറ്റ് എഴുതാ. ഒരിക്കലും ആന്റിജനും ആന്റിബോഡി ഒരേ ഇത് വരില്ല. അപ്പൊ ആന്റിജൻ എ ആണെങ്കിൽ അവിടെ ആന്റിബോഡി ഏതായിരിക്കും? തിരിച്ചു പറഞ്ഞേ. ബി. ഓക്കെ, അത്രേ ഉള്ളൂ. ആന്റിബോഡി ബി. ഇനി നോക്കിയേ, ബി ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ബി ആയിരിക്കും. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏത് വന്നം? തിരിച്ചു വന്നം. ഏത് വന്നം? എ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഒരിക്കലും സെയിം ആന്റിജനും സെയിം ആന്റിബോഡിയും വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത്, നമ്മൾ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ആ പ്രിന്റഡ് നോട്ടിലേക്ക് തിരിച്ചു വരിക. ടൈപ്പിംഗ് നമ്മൾ പറഞ്ഞത് എ ബി ഒ ഗ്രൂപ്പ്, ബ്ലഡ് ടൈപ്പ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പുകൾ പറഞ്ഞു. അതിൽ ഓരോന്നിന്റെയും ആന്റിജൻ ഏതൊക്കെയാണ്, ആന്റിബോഡി ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഡോണേഴ്സ് പറഞ്ഞു, റിസീവ് ചെയ്യാൻ പറ്റുന്ന ആരിൽ നിന്നൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാന്ന് എഴുതി. ഈ ടേബിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് ഓരോ ഗ്രൂപ്പുകാരും നോക്കുക. അപ്പൊ അവർക്ക് ആർക്കൊക്കെ റിസീവ് ചെയ്യാം, ആർക്കൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാന്നുള്ളത് അത് ക്ലിയർ ആണ് ആ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ടേബിൾ ആക്കി തന്നെ ഞാൻ തന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, RH ടൈപ്പിംഗ് ആണ്. പോസിറ്റീവ് ഓർ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യണം. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് റെയർ? ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ബി നെഗറ്റീവ് ആണ് കേട്ടോ. എ ബി നെഗറ്റീവ് ഏറ്റവും റയർ ഗ്രൂപ്പ്, വളരെ കുറച്ച് ആളുകളുള്ള. നിങ്ങൾ ഈ 4 ബ്ലഡ് ഗ്രൂപ്പും വരച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നത് എ ബി നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് കോമൺ, ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് O പോസിറ്റീവ്. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് മോസ്റ്റ് കോമൺ? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ്. ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നത് എ ബി നെഗറ്റീവ്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് O പോസിറ്റീവ്. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ ഗ്രൂപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഓരോരുത്തരും പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു എന്റെ എ പോസിറ്റീവ് ആന്ന് പറഞ്ഞു. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളൊരു ഇത് വന്നു. അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ അതിനകത്ത് ബ്ലഡിലൊരു പ്രോട്ടീൻ അതിന്റെ പ്രസൻസ് വെച്ച് RH ഫാക്ടർ, അതിനാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ RH ഫാക്ടറിന്റെ പ്രസൻസ് ആണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിക്കുന്നതിന് അടിസ്ഥാനം. അതായത് ഇപ്പൊ ഒരാൾക്കുടെ ബ്ലഡിൽ നമ്മൾ RH ഘടകം ഉണ്ടെങ്കിൽ, RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് ഗ്രൂപ്പ്. RH ഫാക്ടർ, RH ഘടകം ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് നെഗറ്റീവ് ഗ്രൂപ്പ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഒരു ഈ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻസ് സ്റ്റെയ്നർ ആണ്. അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അദ്ദേഹം ഫസ്റ്റ് ഒരു റീസസ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങില് ഒരു മങ്കിയില് ഒരു എക്സ്പെരിമെന്റ് നടത്തി. അപ്പോ ചില കുരങ്ങുകൾ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മങ്കീസിൽ നോക്കിയപ്പോ അതിനകത്ത് ഒരു പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടെത്തി. അപ്പൊ അതിന് അദ്ദേഹം ആ മങ്കിയുടെ പേര് റീസസ് എന്നായതുകൊണ്ട് അതിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് എടുത്ത് RH ഫാക്ടർ എന്ന് പറഞ്ഞു. RH ഘടകം അതാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതുപോലെ തന്നെ മനുഷ്യരിൽ നോക്കി കഴിഞ്ഞപ്പോ ആ ഡിഫറൻസ് അവിടെ കണ്ടെത്തി. അപ്പൊ മനുഷ്യരിൽ ആ പ്രോട്ടീൻ ഉള്ളത് RH പോസിറ്റീവ് എന്നും ആ പ്രോട്ടീൻ ഇല്ലാത്തത് RH നെഗറ്റീവ് എന്നും കണ്ടെത്തി. അത് RH എന്ന് വരാൻ കാര്യം അത് റീസസ് എന്ന് പറഞ്ഞ ഒരു പേരുള്ള ഒരു മങ്കിയിലാണ് ഡിസ്കവർ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഈ പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടെത്തിയത്. ആ
ആ മങ്കിയുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതിന് RH ഘടകം, RH ഫാക്ടർ എന്ന് പേര് കൊടുത്തത്. ആ 2 ലെറ്റേഴ്സ് എടുത്തിട്ടാണ് RH ഫാക്ടർ എന്ന് പേര് കൊടുത്തത്. അപ്പൊ ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പും ആയിരിക്കും. അപ്പൊ പോസിറ്റീവുകാർക്ക് എല്ലാവർക്കും ഏതായിക്കോട്ടെ, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്, എല്ലാ പോസിറ്റീവുകാർക്കും RH ഫാക്ടർ ഉണ്ട്. RH ഫാക്ടർ ഇല്ലാത്തതാണ് നെഗറ്റീവ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഇത് നമ്മൾ പറഞ്ഞത് എന്താ, ബ്ലഡ് ബാങ്കിലെ ടെസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പൊ ആദ്യം നമ്മൾ ഗ്രൂപ്പ് നോക്കും എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞ നെക്സ്റ്റ് അവിടെ നോക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, RH ടൈപ്പിംഗ് നോക്കും. ഇനി നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡി ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. അടുത്തത് നമ്മൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റൽ ബോഡീസ്, എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് അവരുടെ ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളതും, ആ റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന തരത്തില് കോംപ്ലിക്കേഷന് കാരണമാകുന്ന എന്തെങ്കിലും RBC ആന്റിബോഡി സെൽസ് ഉണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യും. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും. പിന്നെ ലാസ്റ്റ് ഫോർത്ത് വൺ ആണ് സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. അവർക്ക് എന്തെങ്കിലും പാസ്റ്റില് ഇൻഫെക്ഷൻ ഉണ്ടോ, വിട്ടുമാറാത്ത എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ആളുകൾക്കും ആ ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടോ എന്നുള്ളതും ബ്ലഡ് എടുക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് നോക്കിയേ ഫസ്റ്റ് തന്നേക്കുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ എന്താ, ഹെപ്പറ്റൈറ്റിസ് കരൾ വീക്കം അല്ലെ, ഹെപ്പറ്റൈറ്റിസ് കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വീക്കാണ്. ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവറിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ. അത് സാധാരണയായിട്ട് 5 ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉള്ളത്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് D, ഹെപ്പറ്റൈറ്റിസ് E. അങ്ങനെ 5 ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉള്ളത്. അതില് ബിയും സിയും, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അവരുടെ ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ബാക്കി എയും ഇ ഒക്കെ ഫുഡ് വാട്ടറിൽ കൂടിയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അത് നോക്കുന്നില്ല. ഇവിടെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും അതിന്റെ പ്രസൻസ് നോക്കും. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതിൽ ഫസ്റ്റ് നോക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. സെക്കൻഡ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ്. ഇത് എന്തിന് കാരണമാകുന്ന വൈറസ് HIV? അല്ലെ, എയ്ഡ്സ് ഉണ്ടോ? എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് HIV വൈറസ്. എക്സ്പാൻഡഡ് ഫോം എന്താ HIV-യുടെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV വൈറസ്. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ്. അപ്പൊ അതുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. തേർഡ് വൺ ആണ് ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം ഇതൊരു വൈറസ് ആണ്. സിഫിലസ് എന്ന് പറയുന്നത്, ഇത് ബാക്ടീരിയ ആണ് കേട്ടോ. സിഫിലസ് എന്ന് പറഞ്ഞ അതിന് മലയാളം പറങ്കിപ്പൊണ്ണെന്ന് പറയും. ഒരു ഡിസീസ് ആണ് സിഫിലസ്. is an infectious bacterial disease caused by the Treponema pallidum. Treponema pallidum എന്ന് പറയുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സിഫിലിസ്, അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ് എന്ന് പറയും മലയാളത്തില്. ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പോ സിഫിലസ് എന്ന് പറഞ്ഞ ആ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ് ട്രിപ്പോണിമ പാലിഡം. അപ്പൊ ഈ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. ഇത് മൂന്നും നമ്മൾ ആ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ പാസ്റ്റ് ഇൻഫെക്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. ഒന്നത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് നോക്കും. രണ്ടാമത്തെ HIV വൈറസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. തേർഡ് വൺ ആണ് സിഫിലസ്, അതായത് ട്രിപ്പോണിമ പാലിഡം ബാക്ടീരിയ അതുണ്ടോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റിംഗിൽ വരുന്നത്.
അപ്പൊ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഈ വരുന്ന നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളും ആ ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അതിനോടൊപ്പം തന്നെ ഈ ടെസ്റ്റുകളും ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്പുകൾ. ഇത് ജസ്റ്റ് എന്താ ഒന്ന് ആ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ഇതിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. നോക്കിയേ. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സ് ഡെലിവറി ഓഫ് ദ ബ്ലഡ് ടൈപ്പ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡെലിവറിയിൽ ഇനി പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുന്നു. അവരുടെ ആ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. RH പോസിറ്റീവ്, അതായത് O പോസിറ്റീവ് 39%. ഇതിന്റെ ആ പെർസെന്റേജ് മാത്രം ഒന്ന് എഴുതിയിട്ടുള്ളൂ, തന്നിട്ടുള്ളത് കൊണ്ട് ഒന്ന് നമ്മൾ റീഡ് ചെയ്ത് പോവുകയാണ്. O എന്ന് പറയുന്നത് O പോസിറ്റീവ് 39%, B പോസിറ്റീവ് 9%, AB പോസിറ്റീവ് 3%, O നെഗറ്റീവ് 9%, A പോസിറ്റീവ് 31%, A നെഗറ്റീവ് 6%, B നെഗറ്റീവ് 2%, AB നെഗറ്റീവ് 1%. ഈ ഒരു ഇത് ഫോളോ ചെയ്തിട്ടാണ് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡെലിവറിയിൽ ഈ പറയുന്ന രീതിയിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ്. ആ ടേബിൾ മാത്രം നമ്മളൊന്ന് റീഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. എക്സാമിന് 1 മാർക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ് ഇത്. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ ബ്ലഡിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു 4 കമ്പോണൻസ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? ആരൊക്കെ ഓർക്കണ്ടോ അത് ഏതൊക്കെയാന്ന് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു ബ്ലഡിലുള്ള കമ്പോണൻസ്? 4 കമ്പോണൻസ്. വെരി ഗുഡ്, എല്ലാവരും ഓർക്കുന്നുണ്ട്. 4 കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം നമ്മൾ പറഞ്ഞത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ? കൺസിസ്റ്റ് ഓഫ് പ്ലാസ്മ, ബ്ലഡ് സെല്ലുകൾ, പ്ലേറ്റ്ലെറ്റ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഒരു ദ്രാവക സംയോജക കലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡിൽ ഇത്രയും കമ്പോണൻസ് ഉള്ളത്. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിന്റെയും സയന്റിഫിക് നെയിംസും കൂടി ഇതിന്റെ ഒപ്പം എഴുതി പോണം. ഇപ്പൊ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾ ആ പ്രിന്റഡ് നോട്ടിലേക്ക് എഴുതി ഇട്ടാൽ മതി കേട്ടോ. ഫസ്റ്റ് ആണ് അതിന്റെ ഫ്രണ്ടിൽ ഒന്ന് നോക്കിയേ. when blood or one of its constituent parts is transferred, each component serves function that include the following. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്യുമ്പോൾ ഫുൾ ഒരുമിച്ചല്ല ചെയ്യുന്നത്. ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയുള്ള 4 കമ്പോണൻസ് ആണ്. 4 തിരിച്ചിട്ടാണ് ബ്ലഡ് ബാങ്കിൽ അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് ഈച്ച് കമ്പോണന്റ്, ഇതിലെ ഓരോ കമ്പോണൻസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും ഓരോ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഏതൊക്കെയാണ് ഫങ്ഷൻസ്, അതിന്റെ സയന്റിഫിക് നെയിം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് റെഡ് ബ്ലഡ് സെൽസ്, ഷോർട്ട് ചെയ്ത് നമുക്ക് RBC എന്ന് പറയാം. അത് എഴുതുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ എഴുതുക കേട്ടോ. RBC ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. RBC, റെഡ് ബ്ലഡ് സെൽസ്, RBC. നോക്കിയേ, അതിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സയന്റിഫിക് നെയിം. അതുകൊണ്ട് ആ 3 എണ്ണത്തിന് നമുക്ക് പഠിക്കാണ്ട് 3ഉം നോട്ട് ചെയ്ത് വെച്ചോ. എറിത്രോസൈറ്റ് സ്പെല്ലിംഗ് ഞാൻ പറയാം. ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. സയന്റിഫിക് നെയിം ആണ്. ഒന്നും കൂടി പറയോ സ്പെല്ലിങ്? ഓക്കെ, പറയാം. ERYTHROCYTES, എറിത്രോസൈറ്റ്സ്. സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്സ്. മലയാളം അരുണ രക്താണുക്കൾ എന്ന് പറയും. അരുണ രക്താണുക്കൾ, RBC.
ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ജീവിത കാലഘട്ടം ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. 120 ദിവസം ആയുസ്സുണ്ട്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് RBC. 120 days ഉണ്ട് ഇതിന്റെ ലൈഫ് സ്പാന്, ആയുസ് എന്ന് പറയുന്നത് ജീവിത ദൈർഘ്യം 120 days ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ നോക്കിയേ, ദീസ് സെൽ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി. എന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് ഓരോ ടിഷ്യൂസിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ RBCയുടെ ഫംഗ്ഷൻ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ബോഡിയിലുള്ള കലകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ എത്തിച്ചു കൊടുക്കുന്നത് ആരാ? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാ? RBC. ഫംഗ്ഷൻ ആണ് the cells transport oxygen to the tissue in the body and are commonly used to treat of anemia. അനീമിയ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിലും RBC യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ കോശങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ എത്തിച്ചു കൊടുക്കുക. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി ആൻഡ് ഈസ് കോമൺലി യൂസ്ഡ്. പിന്നെ എന്തിനു കൂടി ഉപയോഗിക്കും? യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞ എന്താ? അനീമിയ അനീമിയ, a condition in which the blood does not have enough healthy RBC. ആവശ്യത്തിനുള്ള RBC ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത്, അതാണ് അനീമിയ. അപ്പോ ഈ അനീമിയ രോഗികൾക്കും ആ കണ്ടീഷനിലും അവരെ ട്രീറ്റ് ചെയ്യാനും ഈ RBCs ഇല്ല. അപ്പൊ അവർക്ക് RBC കൊടുത്താൽ മതി അനീമിക് ആണെങ്കിൽ. ഓക്കെ, അനീമിയ വരുമ്പോൾ വിളർച്ച ആ ഒരു സ്റ്റേജില് വരുമ്പോൾ RBCയുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസന്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC ഇല്ലാത്ത ഒരു അവസ്ഥ, ഹെൽത്തി RBC ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അനീമിയ. അപ്പൊ അനീമിക് കണ്ടീഷൻ ആകുന്നവർക്കും ഈ RBC സെല്ല് യൂസ് ചെയ്യുന്നത്, RBC ആണ് എടുക്കുന്നത്. രണ്ട് കാര്യം പറഞ്ഞത്, ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ എന്താ? Transport oxygen to the tissue in the body and is commonly used to treat of anemia. Anemia treatment യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ RBC സയന്റിഫിക് നെയിം എന്താ? എറിത്രോസൈറ്റ്സ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ? Transport oxygen to the tissue in the body. Okay. അപ്പൊ ഇവിടെ ചോദിക്കാം, which blood cells transport oxygen to the tissue in the body? ബ്രാക്കറ്റിൽ കൊടുക്കും RBC, WBC, platelet, plasma. ഏതാ? ക്ലിയർ അല്ലേ? അങ്ങനെ ചോദിക്കാം കേട്ടോ. വിച്ച് ബ്ലഡ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി? RBC. ഇനി സെക്കൻഡ് വൺ ആണ് പ്ലേറ്റ്ലെറ്റ് കൊടുത്തേക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് അതിന്റെ സയന്റിഫിക് നെയിം എഴുതിക്കോ. ത്രോംബോസൈറ്റ്. THROMBOCYTES. ത്രോംബോസൈറ്റ്സ്. THROMBO. ബി ആണ് കേട്ടോ. BOCYTES. ത്രോംബോസൈറ്റ്സ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ RBCനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ലൈഫ് സ്പാൻ, ജീവിത ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 7 ദിവസം വരെ ആയുസുള്ളൂ. വളരെ കുറവാണ്. 7 ദിവസമാണ് അതിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് നോക്കിയേ. ദേ ഹെൽപ് ദ ബ്ലഡ് ടു ക്ലോട്ട്. കണ്ടോ, ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശം, ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്. ദേ ഹെൽപ് ദ ബ്ലഡ് ടു ക്ലോട്ട് ആൻഡ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. കണ്ടോ, ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിന് സഹായിക്കുന്നതാണ്? ഹെൽപ് ടു ബ്ലഡ് ടു ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന. കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആ ബ്ലീഡിങ് കുറച്ച് സമയം കഴിയുമ്പോൾ നിൽക്കൂലേ? കൈ ഒന്ന് മുറിയുമ്പോഴത്തേക്കൊക്കെ ബ്ലീഡിങ് നിൽക്കൂലേ? അപ്പൊ അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്. ഇവിടെ ചോദിക്കാം, വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിംഗ് ഏത് ബ്ലഡ് സെല്ലാ? used to treat leukemia and other forms of cancer. leukemia ട്രീറ്റ്മെന്റിന്, അതുപോലെ മറ്റുള്ള ക്യാൻസർ ഇതിനൊക്കെ ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് വൈറ്റ് ബ്ലഡ് സെല്ല്. അതിന്റെ എന്താ സയന്റിഫിക് നെയിം എഴുതിക്കോ. ലൂക്കോസൈറ്റ്. LEUKOCYTE.
KOCYTES, leukocyte. LEUKOCYTES, leukocyte. ഇത് മലയാളം പറയുന്നത് ശ്വേതരക്താണുക്കള്. ശ്വേതരക്താണുക്കള്. അതിന്റെ ജീവിത ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 10 ദിവസം, 10-15 ദിവസം. പറയാലോ. ലൂക്കോസൈറ്റ്, LEUKOCYTES, leukocytes. ഓക്കെ. ലൈഫ് സ്പാൻ ഞാൻ പറഞ്ഞു, ജീവിത ദൈർഘ്യം 10 to 15 days ഒക്കെ ആയുസുള്ളൂ ഇതിന്. ഇതെന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. ദി സെൽ ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന, നമുക്ക് രോഗങ്ങളൊക്കെ വരാതെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ നൽകുന്ന ഒരു ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽ. ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. അവിടെ ഒരു വേർഡ് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളൊന്ന് എഴുതിക്കേ. ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ, IMMUNE, immune process. Immune process. And help the immune process. നോക്കിയേ, ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ബ്ലഡ് സെല്ലാണ് ഇത്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെല്ല്. ഇതിന്റെയൊക്കെ കുറവൊക്കെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഡിസീസ് ഒക്കെ വരുന്നത്. അപ്പൊ വൈറ്റ് ബ്ലഡ് സെൽസ് കുറവാണെങ്കിൽ നമുക്ക് ഈ സെല്ല് എന്താ ചെയ്യുന്നത്, നമുക്ക് പ്രതിരോധ ശേഷി തരും. നമുക്ക് പെട്ടെന്ന് രോഗമൊക്കെ വരാതെ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു ബ്ലഡ് സെല്ലാണ്. ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. ഇമ്മ്യൂണിറ്റി നിലനിർത്താനായിട്ട് ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ, white blood cells. These cells help in fighting infection and help the immune process. Next, fourth one ആണ് plasma എന്ന് പറയുന്നത്. Plasma എന്ന് പറഞ്ഞാൽ എന്താ? The watery fluid part of the blood in which the red blood cells, white blood cells, platelet are suspended. ഇതെല്ലാം കാണുന്നത് ദ്രാവക ഭാഗമാണ്, ലിക്വിഡ് പോലെ ഇരിക്കുന്ന ഭാഗമാണ് ബ്ലഡിലെ പ്ലാസ്മ എന്ന് പറയുന്നത്. വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ഏതാ? The watery fluid part of the blood. Watery fluid plasma. Watery fluid part of the blood plasmയാണ്. In which the red blood cells, ഇതിനകത്താണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, watery fluid part of the blood in which the RBC, WBC and platelet are suspended. ഇതെല്ലാം സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് ഈ പ്ലാസ്മയിലാണ്. Plasma is required to carry the many parts of the blood through the bloodstream. bloodstreamൽ കൂടെ പ്ലാസ്മ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. bloodstream എന്ന് വെച്ചാൽ ബ്ലഡിന്റെ ഫ്ലോ, രക്തപ്രവാഹം അല്ലെങ്കിൽ രക്തയോട്ടം എന്നൊക്കെ പറയും ബ്ലഡ് സ്ട്രീം. അങ്ങനെ പല ഭാഗത്തേക്കും ഒക്കെ പ്ലാസ്മ ബ്ലഡ് സ്ട്രീമിൽ കൂടെ പോകുന്നുണ്ട്. പ്ലാസ്മ പെർഫോം മെനി ഫംഗ്ഷൻ ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. ഇനി പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? 3 എണ്ണം വന്നിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കംസ് അണ്ടർ ദ പ്ലാസ്മാസ് ഫംഗ്ഷൻ, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലാസ്മ ഫംഗ്ഷൻ. പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്, അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണെന്ന് നോക്കാം. പ്ലാസ്മയ്ക്ക് 3 ഫംഗ്ഷൻസ് പറയുന്നത് നോക്കിയേ. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലഡ് പ്രഷർ, BP മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. BP കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അത് BP-യുടെ ലെവല് നോർമൽ ആക്കി നിർത്താനായിട്ട് സഹായിക്കുന്ന ഇതാണ് പ്ലാസ്മ. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ്, പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ശരീരത്തിലുള്ള സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ 3 ഫംഗ്ഷൻ ആണ് പ്ലാസ്മയുടെ വരുന്നത്. ഏതൊക്കെയാ ഫംഗ്ഷൻ? Help to maintain the blood pressure, provide the protein for blood clotting, balance the level of sodium and potassium. Okay, Priya, ഏതൊക്കെയാണ് പ്ലാസ്മയുടെ ഫംഗ്ഷൻസ്? പ്രിയ പറഞ്ഞേ. ബ്ലഡ് പ്രഷർ, പ്രോട്ടീൻ പ്രൊവൈഡിങ്, പിന്നെ ബ്ലഡ് പ്രഷർ, പിന്നെ പ്രോട്ടീൻ പ്രൊവൈഡിങ്. ബ്ലഡ് പ്രഷർ എന്തിനാ? ബ്ലഡ് പ്രഷർ
ബാക്കിട്ട് പറ. ഫംഗ്ഷൻ എന്താ പറഞ്ഞ നമ്മള്? മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് വേണം. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബ്ലഡ് പ്രഷർ നോർമൽ ആക്കി, BP നമ്മുടെ നോർമൽ ആക്കി നിലനിർത്താൻ സഹായിക്കുന്നു. അങ്ങനെ പറയണം. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ഓക്കെ, സെക്കൻഡ് വൺ. Protein providing. പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. അങ്ങനെ പറയണം. പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ്സ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. നെക്സ്റ്റ്, Blood balancing sodium potassium അവയ്ക്ക് ലെവല് അല്ലേ? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ആരെങ്കിലും ഒരാള്? ആര്യ, എന്തൊക്കെയാ ഫങ്ഷൻസ്? Ma'am, it helps to maintain blood pressure and it provide protein for blood clotting and also balance the level of sodium and potassium. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 3 ഫങ്ഷൻസും കിട്ടിയോ? 3 പ്ലാസ്മയുടെ ഫങ്ഷൻസിൽ വരുന്നതാണ്. നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോ. ഇത് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 3 ഫങ്ഷൻസ് ആണ് വരുന്നത്. അത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ബ്ലഡ് എന്നുള്ളത്. ബ്ലഡിലെ നീതു, ഡൗട്ട് ഉണ്ടോ? No, ma'am. നോ. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വേഗം 4 എണ്ണം. മാം, ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോ. ആരാ? ഐശ്വര്യാണോ? അതെ മാം. ഈ പറഞ്ഞോ. പ്ലാസ്മയ്ക്ക് സയന്റിഫിക് നെയിം ഉണ്ടോ? ഇല്ല. ഇത് 3 എണ്ണത്തിന്റെ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. 3 ഞാൻ തന്നിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മാം, റെഡ് ബ്ലഡ് പ്ലാറ്റ്ലെറ്റ്സിന്റെ ഒന്ന് സയന്റിഫിക് നെയിം ഒന്ന് പറയാവോ? ഏതിന്റെ? പ്ലാറ്റ്ലെറ്റ്സിന്റെ. പ്ലേറ്റ്ലെറ്റ്സിന്റെ. ഓക്കെ, നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബോസൈറ്റ്. THROMBOCYTES ത്രോംബോസൈറ്റ്സ്. പിന്നെ പ്ലാസ്മയുടെ 3 ഫങ്ഷൻസ് WBCയുടെയും കൂടി പറയോ മിസ്സേ? ഏതിന്റെയാണ്? WBCയുടെ. WBCയുടെ വൈറ്റ് ബ്ലഡ് സെൽസ്. ലൂക്കോസൈറ്റ്. LEUKOCYTES ലൂക്കോസൈറ്റ്സ്. മിസ്, ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ സയന്റിഫിക് നെയിം സ്പെല്ലിംഗ് MB ആണോ B ആണോ? BB. ഏതാ? ത്രോംബോസൈറ്റ് അല്ലേ? ത്രോംബോസൈറ്റ്സ്. ഓക്കെ, സെക്കൻഡ് ലെറ്റർ AB. സെക്കൻഡ് ലെറ്റർ B ആണ് കേട്ടോ. BOCYTES. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ മാം, ക്ലിയർ ആണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ എത്രയാ? നോർമൽ എത്രയാ? 80 to 120. 120. ഹയർ 128, ലോ 80. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് കേട്ടോ, നമുക്ക് വേഗം ഓടിച്ചു വിടാനും പറ്റില്ല. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ് കുറച്ച് നമുക്ക് ഇതിനകത്ത്. ഓക്കെ, ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF, ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ഇതിനകത്ത് വാട്ട് ഈസ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താന്ന് നോക്കിയാൽ, ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടർ ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. എന്താണ്? പ്ലാസ്മയുടെ ഒരു ഭാഗമാണ്, ഒരു പോർഷൻ ആണ് ദാറ്റ് കണ്ടെയ്ൻ ക്ലോട്ടിംഗ് ഫാക്ടർ. ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയിലെ ഒരു പോർഷൻ ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പ്ലാസ്മയുടെ ഒരു പോർഷൻ, ക്ലോട്ടിംഗ് ഫാക്ടർ അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഒരു പോർഷൻ ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്, ആന്റി ഹീമോഫിലിക് ഫാക്ടർ AHF. ഇപ്പൊ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കിയോട്ടോ. AHF എന്ന് പറഞ്ഞാൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ. നോക്കിയേ, ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് മേ ഓൾസോ ബി സെപ്പറേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. ആൽബുമിൻ എന്ന് വെച്ചാൽ പ്രോട്ടീൻ ആണ്. ബ്ലഡ് പ്ലാസ്മ, നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ എന്ന് പറയുന്നത്.
ആൽബുമിൻ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ. ഇതൊരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ഫാക്ടർ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റ് മേ ബി ഓൾസോ സെപ്പറേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, അതായത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താണെന്നുള്ളത് ഒന്ന് ആ ഒരു ഇത് നോക്കാം കേട്ടോ. വേണ്ടി ഇങ്ങനെ ചോദിക്കാം, ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻ പ്രോട്ടീൻ ഫാക്ടർ ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ് ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? വൈ ആർ ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്ക്സ് ഇമ്പോർട്ടന്റ്? എത്ര ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കിയേ, വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. എന്താ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനല്ലേ? പേഴ്സണിൽ മറ്റൊരു പേഴ്സണലായിട്ട് ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. Typically, blood transfusion is the process in which the blood components are transferred from one person into the bloodstream of another person. അതായത് ഡോണറിൽ നിന്ന് റെസിപ്പിയന്റ്, ഒരാളുടെ ഡൊണേറ്റ് ചെയ്യുന്ന ആള്, അതാണ് ഡോണർ എന്ന് പറയുന്നത്. കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യാണ് ബ്ലഡ് സ്ട്രീം ഓഫ് അനദർ പേഴ്സൺ, അല്ലെങ്കിൽ റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് മെയിൻ ചെയ്യുന്നത് ഇറ്റ് കംസ് ഇൻ ടു ആൻ ആക്ട് എസ്പെഷ്യലി ആസ് എ ലൈഫ് സേവിംഗ് പ്രോസസ് ഫോർ ദ റെസിപ്പിയന്റ്. ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് തന്നെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? ബ്ലഡ് കിട്ടാതെ മരിച്ചുപോയി, ബ്ലഡ് അമിതമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയി ഒക്കെ മരിച്ചെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലെ? ഡെത്ത് ആവുന്ന കേസുകളുണ്ട്. അപ്പോ ആ കറക്റ്റ് ടൈമിൽ അവർക്ക് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് റിസീവ് ചെയ്യുന്ന, അത് കിട്ടുന്ന ആ റെസിപ്പിയന്റിനെ, സ്വീകരിക്കുന്ന ആ റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് എ ലൈഫ് സേവിംഗ് പ്രോസസ്. ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. When there is a large loss of blood cell through bleeding or depression of the bone marrow, blood transfusion is considered as a noble cause. Okay, when there is a large loss of blood cell through bleeding, നമ്മുടെ ബ്ലീഡിംഗ് ആയിട്ട് ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നമ്മുടെ ബോഡിയിൽ ഒത്തിരി ബ്ലഡ് ഇതായിപ്പോയി, ഓർ ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, ഇതൊക്കെ മൂലം ഈ കുറെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുന്നവർക്ക്, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബിൾ കോസ്. നോബിൾ, വാട്ട് ഇസ് ദ മീനിങ് നോബിൾ? നോബിൾ, NOBLE, നോബിൾ, മഹത്തായ കൃത്യം, മഹത്തായ കാര്യം. അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കുന്നു. വലിയൊരു കാര്യല്ലേ ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ, ഡൊണേറ്റ് ചെയ്യാന്നുള്ളത് നല്ലൊരു ഇതാണ്. ഒത്തിരി ആളുകൾക്ക് ബ്ലഡ് കിട്ടാതെയൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ഡെത്ത് വരെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത് റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്കൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്, അവര് ജീവൻ രക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി നോക്കിയേ, ബ്ലഡ് ബാങ്ക് സർവീസസ്. Blood bank services act as a universal point as they collect. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, യൂണിവേഴ്സിറ്റി കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. എല്ലാ തരത്തിലുള്ള ബ്ലഡും കളക്ട് ചെയ്യുന്നു, അത് പ്രോപ്പർ ടെസ്റ്റിംഗ് നടത്തുന്നു, അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡും സ്റ്റോർ ചെയ്യുന്നു. അതാണ് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ. ബ്ലഡ് ബാങ്ക് സർവീസസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതെന്താണ്? ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡും സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണ്. Then watchfully screen test the blood for any sign of infection. നമ്മൾ പറഞ്ഞല്ലോ, വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കുകയല്ല അവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? വാച്ച്ഫുള്ളി, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സ്ക്രീൻ ടെസ്റ്റുകൾ നടത്തുന്നു. ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷന്റെ ഒരു പൊടി പോലും, ഒരു കണിക പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ ബ്ലഡ് സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക്. Other than screening of infection, they also check the blood type, whether AB or
and whether it is RH negative or RH positive. നമ്മൾ പറഞ്ഞു സ്ക്രീനിങ് ഇൻഫെക്ഷന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പുറമെ, അതാണ് അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ. സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ അതിന് പുറമെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ടൈപ്പ് നോക്കുന്നുണ്ട് അല്ലെ, ബ്ലഡ് ടൈപ്പുകൾ നോക്കുന്നുണ്ട്. വെദർ എ ആണോ, ബി ആണോ, എ ബി ആണോ, ഒ ആണോ എന്നുള്ളത് ബ്ലഡ് ടൈപ്പ് നോക്കുന്നുണ്ട്. ആൻഡ് വെദർ ഇറ്റ് ഈസ് RH പോസിറ്റീവ് ഓർ RH നെഗറ്റീവ്. ഇനി എയും ബിയും മാത്രം നോക്കിയാൽ പോരാ, അത് എ ഗ്രൂപ്പ് ആര്, എ പോസിറ്റീവ് ആണോ, എ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ബിയില് ബി പോസിറ്റീവ് ആണോ, ബി നെഗറ്റീവ് ആണോ എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം, അതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. Compatibility testing is done to find out a particular unit of blood can be transferred safely into certain patient. അപ്പൊ ഇത്രയും ടെസ്റ്റുകളൊക്കെ നടത്തി സ്യൂട്ട് ആണ്, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്, അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി എല്ലാം ചെയ്തതിന് ശേഷം മാത്രം ആണ് ഒരു സേഫ് ആയിട്ട് ഒരു പേഷ്യന്റിലേക്ക് ആ ബ്ലഡ് കൊടുക്കുന്നത്. Okay, particular unit of blood can be transferred safely into certain patient. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വളരെ സേഫ് ആണെന്ന് മനസ്സിലാക്കി ഒരു ഇൻഫെക്ഷന്റെ ഒരു ഇത് പോലും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് അത് പേഷ്യന്റിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. നോട്ട് ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ് യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. ഇവിടെ ഇതൊന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞാൽ നമ്മൾ O ഗ്രൂപ്പ് ആന്ന് പറഞ്ഞു. ഇനി ഇതിനകത്ത് വിച്ച് ബ്ലഡ് ടൈപ്പ്, നമ്മൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. ഗ്രൂപ്പ് ചോദിക്കുമ്പോ ഏത് ഗ്രൂപ്പാ, യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ്. ശ്രദ്ധിച്ച് പലർക്കും മാറിപ്പോകും. ഇവിടെ ചോദിക്കും പെട്ടെന്ന് യൂണിവേഴ്സൽ ഡോണറിന് കാണുമ്പോ ഓന്ന് എഴുതരുത്. ഇവിടെ നോക്കാം, വിച്ച് ബ്ലഡ് ടൈപ്പ്. ഇനി ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം പറയണം O നെഗറ്റീവ് എന്ന് തന്നെ എഴുതണം. കണ്ടോ, ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ് യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. O നെഗറ്റീവ് ആണെങ്കിൽ അതാണ് യൂണിവേഴ്സൽ ഡോണർ. Who can transfer your blood to almost everyone, and your blood type is AB positive. AB positive ആണെങ്കിൽ you act as universal recipient. ആ രണ്ട് ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് പഠിക്കുക, അണ്ടർലൈൻ ചെയ്തിടുക. Which blood type is known as universal donor. അപ്പൊ അവിടെ തരും O പോസിറ്റീവ്, O നെഗറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ എഴുതുക, കൃത്യമായിട്ട് എഴുതുക, O നെഗറ്റീവ് എന്ന് തന്നെ എടുത്തെഴുതുക. O നെഗറ്റീവ് യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ചോദിക്കുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ AB പോസിറ്റീവ് എന്ന് തന്നെ എഴുതാം, AB പോസിറ്റീവ്. Okay, however, any mismatch between the blood type can prove fatal, causing death. So the blood test may be done carefully. കണ്ടോ, ഇനി ഇതിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരുവാണെങ്കിൽ, ബ്ലഡ് ടൈപ്പുകൾ തമ്മിൽ നമ്മൾ ചേരാൻ പാടില്ലാത്ത ബ്ലഡുകളൊക്കെ നമ്മൾ റിസീവ് ചെയ്യോ ഡൊണേറ്റ് ആ പേഷ്യന്റിന് ഡൊണേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, കോസിങ് ക്യാൻ പ്രൂവ് ഫേറ്റൽ ഓർ കോസിങ് ഡെത്ത്, മരണത്തിന് വരെ കാരണമാകാം. സോ ദ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കണ്ട ബ്ലഡ് ടൈപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ ഒരു ഇത് നമുക്കൊന്ന് നോട്ട് ചെയ്യാം, ഒന്ന് വേഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ബ്ലഡ് ടൈപ്പ് നമ്മൾ പറയുമ്പോഴേ, അതായത് ടൈപ്പ് നോക്കുമ്പോൾ RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് നെഗറ്റീവ്. ആ നോട്ടിലേക്ക് വേഗം ഒന്ന് എഴുതി വെച്ച്. നമ്മള് യൂണിവേഴ്സൽ റെസിപ്പിയിൽ നമുക്ക് ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളതാ പറയുന്നത് കേട്ടോ. സ്വീകരിക്കുമ്പോ കേസിലാണെങ്കിൽ RH പോസിറ്റീവ് ബ്ലഡ് എഴുതിക്കോ, RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഏതായിക്കോട്ടെ, A പോസിറ്റീവ് ആണ്, B പോസിറ്റീവ് ആണ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്, ഏതാണെങ്കിലും RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ്. അവർക്ക് റിസീവ് ചെയ്യാം പോസിറ്റീവ് ബ്ലഡും നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. എഴുതിയതാ, RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. താഴെ എഴുതാ, RH നെഗറ്റീവ് ബ്ലഡ് റിസീവ്, RH negative blood receive only
only RH negative blood. RH negative blood. അപ്പൊ നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ച് അവിടെ ഒന്ന് എഴുതിക്കേ. AB പോസിറ്റീവ് ആണ്. ഇപ്പൊ ആർക്കൊക്കെ അവര് റിസീവ് ചെയ്യാം? AB പോസിറ്റീവ് ആണ്. പോസിറ്റീവാർക്ക് എല്ലാവർക്കും മേടിക്കാലോ. അപ്പൊ ഏതിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? RH പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. ഓക്കെ, AB പോസിറ്റീവ്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ മേടിക്കാം? ആരിൽ നിന്നൊക്കെ റിസീവ് ചെയ്യാം? A പോസിറ്റീവിന് റിസീവ് ചെയ്യാൻ പാടില്ലേ? A പോസിറ്റീവ്, A നെഗറ്റീവ്. ക്ലിയർ അല്ലേ? A പോസിറ്റീവ്, A നെഗറ്റീവ്. പിന്നെയോ B പോസിറ്റീവ്, B നെഗറ്റീവ്. ഓക്കെ, O പോസിറ്റീവ്, O നെഗറ്റീവ്. AB പോസിറ്റീവ്, AB നെഗറ്റീവ്. ഇത്രയും റിസീവ് ചെയ്യാൻ പറ്റും അവർക്ക്. പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം. ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? AB പോസിറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവിനും റിസീവ് ചെയ്യാം. ഓക്കെ, ഓക്കെ. രണ്ട് പോസിറ്റീവ് ഗ്രൂപ്പും നെഗറ്റീവ് ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും. ഇനി അപ്പൊ നിങ്ങൾ നോക്കിയേ, AB നെഗറ്റീവ് താഴെ എഴുതിക്കേ. AB നെഗറ്റീവുകാർക്ക് ഏതൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? RH നെഗറ്റീവ് ആണെങ്കിൽ ഏതാ നമ്മൾ റിസീവ് ചെയ്യുന്നത്? നെഗറ്റീവ് ബ്ലഡ് മാത്രം റിസീവ് ചെയ്യാൻ പറ്റും AB നെഗറ്റീവുകാർക്ക്. AB നെഗറ്റീവ്, ആ, O നെഗറ്റീവ്, O നെഗറ്റീവ്, A നെഗറ്റീവ്, നെഗറ്റീവ്, ബി നെഗറ്റീവ്, B നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. കണ്ടോ? അതാണ് ആ ഡിഫറൻസ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. അപ്പൊ എല്ലാവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ്, ആ ടൈപ്പ് എന്ന് പറയുമ്പോൾ AB പോസിറ്റീവ്. കണ്ടോ? പോസിറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാം, നെഗറ്റീവും ചെയ്യാം. പക്ഷെ AB തന്നെ പറയുമ്പോൾ ബ്ലഡ് ടൈപ്പ് നെഗറ്റീവുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് നെഗറ്റീവ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ അത്? ഓക്കെ മാം. ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങൾ അവിടെ ചെയ്തോ. ഇനി ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തെ കാര്യം കൂടി എഴുതാം. അപ്പൊ അത്രയും പോർഷൻ ഇന്ന് നമ്മുടെ അവിടെ ഫിനിഷ് ആവും കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടി. ഡൊണേറ്റ് ചെയ്യുമ്പോൾ O നെഗറ്റീവ് എഴുതി വെച്ചോ അവിടെ. ഇവിടെ നമ്മൾ RH പോസിറ്റീവ് തന്നെ എഴുതിക്കോ. O നെഗറ്റീവിന്റെ പറയാം. RH പോസിറ്റീവ് ക്യാൻ ഗീവ്, കൊടുക്കുമ്പോഴത്തെ കാര്യമാണ്. ഡൊണേറ്റ് ചെയ്യുമ്പോൾ കാര്യം പറയുന്നത്. RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് only. പോസിറ്റീവ് only. പോസിറ്റീവുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് പോസിറ്റീവ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോറി, ഡൊണേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഡൊണേഷന്റെ കാര്യം പറയുന്നത് കേട്ടോ. ഇനി നോക്കിയേ, RH നെഗറ്റീവ് ക്യാൻ ഗീവ്, RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവുകാർക്കും കൊടുക്കാൻ പറ്റും, നെഗറ്റീവുകാർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് only, RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നോക്കി നിങ്ങൾ അപ്പൊ വേഗം ഒന്ന് എഴുതിക്കേ. O പോസിറ്റീവ് എഴുതിക്കേ അവിടെ. O പോസിറ്റീവുകാർക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? O പോസിറ്റീവ്, O പോസിറ്റീവ്, A പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്. ഇനി നോക്കിയേ, O നെഗറ്റീവ്. O നെഗറ്റീവുകാർക്ക് നോക്കിയേ. O നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടുപേർക്കും ഡൊണേറ്റ് ചെയ്യാം. പോസിറ്റീവ്, ബി പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ്. കണ്ടോ? അപ്പൊ നോക്കിയേ, യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പാ നോക്കിയേ? O യൂണിവേഴ്സൽ ഡോണർ, O നെഗറ്റീവ്.
പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓ നെഗറ്റീവ്. അറിയോ ഇപ്പൊ ആ ഒരു ചെറിയ നോട്ടായിട്ട് തന്നേക്കണത് ഓ നെഗറ്റീവ്. ഓ പോസിറ്റീവിനെ പറയാൻ പറ്റില്ല നമുക്ക്. ഓ നെഗറ്റീവ് ക്യാൻ ഗീവ് ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. അപ്പൊ ഓ നെഗറ്റീവുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബ്ലഡ് ടൈപ്പ് എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഓ നെഗറ്റീവ്. Which blood type is known as universal recipient? AB positive. Clear ആയോ ഇത്രയും കാര്യങ്ങള്? Clear ആയോ? Yes, ma'am. Ma'am. Yes, ma'am. Okay, very good. So next നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ് കൊണ്ട് തീർക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് തീർക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഇതൊക്കെ നിന്ന് തന്നെ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ Okay, ma'am. ഓക്കെ, ചെയ്തോട്ടെ. Okay, ma'am. Thank you. താങ്ക് യു. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.